ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ്, ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളതെന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഇപ്പോൾ പോയേനെ ദൈവമേ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് മജീഷ്യൻ്റെ കാർഡാണ്. ഫസ്റ്റ് കാർഡ് മജീഷ്യൻ. അപ്പം മജീഷ്യൻ്റെ കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് മജീഷ്യൻ്റെ കാർഡ് എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾ സമ്മാനിതരാവാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു കോമ്പറ്റീഷനിലോ ഒക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നിങ്ങൾക്കൊരു ഇന്നൊരു ഡിവൈൻ ബ്ലെസ്സിങ് ഉള്ള ദിവസമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ശരിക്കും കുറച്ച് സ്പിരിച്വലായിട്ടും അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടും ഒരേപോലെ ഇരിക്കാനായിട്ട് പറ്റുന്നൊരു ദിവസമായിരിക്കും. കുറച്ച് കൂടുതൽ സ്പിരിച്വാലിറ്റിയിലേക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തൊരു പ്രത്യേകത ഉള്ള ദിവസമാണത്, എന്തൊരു ഡിവൈൻ കണക്ഷൻ എന്ന ദിവസം ഉണ്ടെന്ന് മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങൾ ഇൻഡ്യൂഷൻസ് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇന്നലെ രാത്രി കണ്ട സ്വപ്നമായിരിക്കാം, അല്ലെങ്കിൽ ഇന്നലെ ആരുടെയും പറഞ്ഞ ഒരു കാര്യമായിരിക്കാം, അത് ഇന്ന് രാവിലെ മുതൽ വർക്കാവുന്നുണ്ടാവും. അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കായതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ എന്തൊക്കെയോ കാര്യങ്ങൾ, നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ ബിയോണ്ട് യുവർ ഇമാജിനേഷൻ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമാണ്. ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ചില സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. മത്സരങ്ങളിൽ പങ്കെടുക്കുകയാണെങ്കിൽ സമ്മാനിതരാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്കൊരു അപ്രീസിയേഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. നന്നായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ അഭിനന്ദിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. രണ്ടാമത്തെ കാർഡ് പേജ് ഓഫ് സോർട്സ് ആണ്. പാസ്റ്റിൽ നിന്നും ഇന്നലെ സെയിം കാർഡ് ഉണ്ടായിരുന്നു. പാസ്റ്റിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്. അപ്പം മുമ്പ് നിങ്ങൾക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വീണ്ടും അതേ സാഹചര്യം ആവർത്തിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഭയമാണ്. മുമ്പ് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് എന്തായിരിക്കും ഇതിൻ്റെ നെക്സ്റ്റ് എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത ഭയം തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് പേജ് ഓഫ് സോർട്സ്. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പേടിയാണ്, ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ പേടിയാണ്. കാരണം പാസ്റ്റിൽ നിങ്ങൾ വീണ് പോയിട്ടുള്ള ആളുകളാണ്, നിങ്ങൾ തകർന്നു പോയിട്ടുള്ള ആളുകളാണ്. വളരെ കഷ്ടപ്പെട്ടായിരിക്കും നിങ്ങളിപ്പോൾ എഴുന്നേറ്റൊന്ന് നിൽക്കാൻ ആയത്. കാരണം നിങ്ങൾ കടുത്ത മാനസിക വിഷമത്തിൽ, ട്രോമ, ഡിപ്രഷനിലൊക്കെ കടന്നു പോയിട്ട് വളരെ കഷ്ടപ്പെട്ടായിരിക്കും നിങ്ങളിപ്പോൾ ഒന്ന് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വീണ്ടും അതേ ആളുകൾ, അതേ സാഹചര്യമൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ടായിരിക്കും. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ എന്ത് തീരുമാനം എടുക്കണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയ ആരോ ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. സെയിം കാർഡ് ഇന്നലെ ഉണ്ടായിരുന്നേ, 2 of Cups. ടു ഓഫ് കപ്സ് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ലേ മജീഷ്യൻ്റെ കാർഡ് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ബിയോണ്ട് കിട്ടും. ഇവിടെ ഒരു ഈക്വലിബ്രിയം വരും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും, വെറുപ്പ് കൊടുത്താൽ വെറുപ്പ് കിട്ടും, തല്ല് കൊടുത്താൽ തല്ല് കിട്ടും. അങ്ങനെ ഒരു കാർഡാണ് 2 of Cups. അപ്പം ഈക്വലിബ്രിയം ആണ്, അത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് കേട്ടോ. അതെന്ത് തന്നെയായാലും ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഒരു റിയൂണിയൻ്റെ കാർഡാണ്. അതുപോലെ തന്നെ നിങ്ങൾ അഭിനന്ദിക്കപ്പെടാൻ സാധ്യതയുണ്ട്, വീണ്ടും അഭിനന്ദിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ്. നിങ്ങളുടെ സുപ്പീരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ അതോറിറ്റി ആരാണോ അയാൾ നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് നല്ലത് കൊള്ളാം എന്ന് പറയുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് ഒരു അപ്രീസിയേഷൻ തരുന്നതാകാം. അതാണ് 2 of Cups. അതുപോലെ നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധ്യതയുണ്ട്. പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ സെപ്പറേറ്റായി നിൽക്കുന്ന കപ്പിൾസ്, അത് ലവേഴ്സ് ആവാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാം, ആരും ആവാം. അപ്പോൾ അവിടെ ഒരു റീയൂണിയൻ്റെ പോസിബിലിറ്റിയാണ് 2 of Cups പറയുന്നത്. റീയൂണിയൻ്റെ കാർഡാണ് 2 of Cups. പാസ്റ്റിൽ നിന്നുള്ളതാണ് കേട്ടോ. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പായിട്ടാണ് അത് കാണുന്നത്. പാസ്റ്റിൽ നിങ്ങളെ തേച്ചൊട്ടിച്ചിട്ട് പോയിട്ടുള്ള ആളായിട്ടാണ് കാണുന്നത്. ഓക്കെ,
ഇന്നലെ ഈ സെയിം കാർഡ് ഇന്നലെയും വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ചതിച്ചിട്ട് പോയവരെ തിരിച്ചു വന്നാൽ ആരെങ്കിലും സ്വീകരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പേഴ്സണൽ റീഡിങ്ങിന് വന്നിട്ടുള്ള ആളുകൾ സർവ്വരും പറഞ്ഞിട്ടുള്ളത് ഒന്ന് വന്നാൽ മതി, എനിക്കൊന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ എനിക്കൊരു കോൺടാക്റ്റ് കിട്ടിയാൽ മതിയായിരുന്നു, വരുമല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ ചോദിക്കും, ഇവർ ശരിക്കും ചതിച്ചിട്ടൊക്കെ പോയവരല്ലേ, അവർ തിരിച്ചു വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ വന്നാൽ മതി, അവർ വന്നൊരു ക്ഷമ പറയാനായിരിക്കും, അവരെന്നോട് ചെയ്തതിന് അവർക്ക് റിഗ്രറ്റ് ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. അതാണ് എല്ലാവരുടെയും ആവശ്യം. അപ്പം അതേ ആവശ്യത്തോടു കൂടിയാണ് പലരും ഇവിടെ ഇരിക്കുന്നത്. അപ്പം 2 ഓഫ് കപ്സ് പറയുന്നത് അതാണ്. ഈ തിരിച്ചു വരുമ്പോൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ മുമ്പ് നിങ്ങളെ ട്രോമാറ്റിക് ആക്കിയിട്ട് പോയിട്ടുള്ള ആളുകൾ തിരിച്ചു വരുമ്പോൾ ഒരുപാട് ആളുകളും വിചാരിക്കുന്നത് അവർ വരണമെന്ന് തന്നെയാണ്. അവരെ പൂർണ്ണമായിട്ടും വേണ്ടാന്ന് വെക്കാനായിട്ട് പലർക്കും പറ്റുന്നില്ല. കാരണം അത് സോൾമേറ്റ്സ് ആയിരിക്കും. ഇവിടെയും 2 ഓഫ് കപ്സ് പറയുന്ന സോൾമേറ്റിൻ്റെ കാർഡാണ്. അപ്പോൾ പാസ്റ്റിൽ നിന്നുള്ള ആളാണ്, സോൾമേറ്റ് ആണ്. അപ്പോൾ പിന്നെ ഈ റിലേഷൻഷിപ്പ് അങ്ങനെ പെട്ടെന്നൊന്നും നിന്ന് പോകുന്നതല്ലല്ലോ. അതുകൊണ്ടാണ് ഇവരെ വിട്ടിട്ട് പോകാനായിട്ട് സാധിക്കാത്തത്. അടുത്തത് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കൊരു ഭയം തോന്നും, വേണോ, മൊമെൻറ്റ് ടു മൊമെൻ്റ് ആണ്. ഒരു സമയത്ത് വേണമെന്ന് തോന്നുമോ, നെക്സ്റ്റ് മൊമെൻറ്റിൽ വേണ്ടാന്ന് തോന്നും. അപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഒരു ഇംബാലൻസിൽ, ഒരു ബാലൻസിലാണ് നിൽക്കുന്നത്. പക്ഷേ ആ ബാലൻസ് സ്റ്റേബിൾ അല്ല. എത്ര കാലം അങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതായത് മറ്റുള്ളവരുടെ ഇമോഷൻസിനെ വെച്ചിങ്ങനെ തട്ടിക്കളിക്കുക എന്ന് പറയത്തില്ലേ, അമ്മാനമാടുക എന്ന് പറയത്തില്ലേ, അതാണ്. പുറമേ ഭയങ്കര ടേർബുലൻസ് ആയിരിക്കും. ഇവരെന്ത് തീരുമാനം എടുക്കും എന്നോർത്തിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഇയാളെ സ്വീകരിക്കുമോ സ്വീകരിക്കത്തില്ലേ. അപ്പോൾ ആ ഒരു അവരുണ്ടാക്കുന്ന ആ ട്രോമയുണ്ടല്ലോ, അവരുണ്ടാക്കുന്ന ഇംബാലൻസ്, അതുകൊണ്ട് മറ്റുള്ളവർക്കായിരിക്കും പ്രശ്നം വരുന്നത്. അവരായിരിക്കും ഇത് ഓർത്തിട്ട് കൂടുതൽ ട്രോമാറ്റിക് ആവുന്നത്. അതായത് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരെന്ത് തീരുമാനം എടുക്കുമെന്നും പറഞ്ഞ് നോക്കിയിരിക്കുന്ന ആൾക്കത് ഭയങ്കര ട്രോമയായിരിക്കും. 9 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പം പേടിയാണ്. അതായത് മുമ്പ് ഈ നിങ്ങൾ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങൾ, അതിപ്പോൾ ഒരു ജോലി നഷ്ടപ്പെട്ടതായിരിക്കാം, ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പം വീട്ടിലെ കോൺഫ്ലിക്റ്റുകളായിരിക്കും, വീട്ടിലെ വഴക്കുകളായിരിക്കും. ഇതൊക്കെ ചിലപ്പോൾ ചെറുതായിട്ട് തുടങ്ങിയിട്ട് ഒരു സമയത്ത് ഭയങ്കരമായി കൊടും ചതികളിലൂടെയൊക്കെ പോയിട്ടുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ തിരിച്ച് ഇതൊക്കെ ഈ ബന്ധങ്ങളാണ് കൂടുതൽ നമ്മളെ ഏറ്റവും മുറിവേൽപ്പിക്കാൻ പറ്റുന്നത്. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങൾക്കാണ്. ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്തവർക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് തന്നെയായാലും അവിടെ നമുക്ക് ഒരു ഭയമുണ്ട്. ഇനി ഇത് തന്നെ വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ളൊരു ഭയം നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് നിങ്ങളതിനെ ഒരു തീരുമാനം എടുക്കാൻ ഭയപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി ഓഫറൊക്കെ കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് 2 ഓഫർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷനാണ് ഏതെടുക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം, ഒരു ജോലിയും ഒരു ഓൺടർപ്രണർഷിപ്പുമാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വഴി പോകണം ആ വഴി പോകണം എന്നൊരു കൺഫ്യൂഷൻ വരത്തില്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു ഒരു ഇൻഡിസിഷൻ ആവുന്ന സാഹചര്യം എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ട്രോമയില്ല. അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഒരുപാട് പേരോട് അഭിപ്രായം ചോദിക്കും. ആ പറയുന്ന 10 പേരും 10 അഭിപ്രായം പറയും. നമുക്ക് 11ാമത്തെ അഭിപ്രായം കാണും. അപ്പോൾ നമുക്കിതിൽ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാവും. അപ്പോൾ അതിൽ നമുക്കൊരു പേടിയാണ്. നമ്മളിൽ തന്നെ റെസ്പോൺസിബിലിറ്റി വരുമ്പം അത് ഏറ്റെടുക്കാനുള്ളൊരു പേടി നിങ്ങൾക്കുള്ളതുപോലെ തോന്നുന്നുണ്ട്. ബന്ധങ്ങളിലേക്കാണെങ്കിൽ പോകാൻ പേടിയുണ്ട്. ഒരു ബന്ധം നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് പേടിയുണ്ട്. കാരണം മുൻപിൽ നിങ്ങൾക്ക് ഒരുപാട് ട്രോമാസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്കതൊരു ഭയമുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു ജോബ്, ആ സെയിം ജോബിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചാൽ അങ്ങോട്ട് പോകാനും നിങ്ങൾക്ക് ഭയമുള്ളതുപോലെയാണ് തോന്നുന്നത്. അതാണ് 9 ഓഫ് വാൺസ് പറയുന്നത് കേട്ടോ. ഓക്കെ അടുത്തത് നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. അപ്പം വളരെ വർക്ക് ഓറിയൻറ്റഡ് ആയിട്ടിരിക്കുന്ന ദിവസമാണ് കേട്ടോ. വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും. വളരെ ഇന്ന് യാത്രയുണ്ട്. എന്തായാലും ദൂരത്തിൽ യാത്ര ചെയ്യേണ്ടി വരും. നൈറ്റ് ഓഫ് സോഡ്സ് ദൂരെ യാത്രകൾ പോകേണ്ടി വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് നൈറ്റ് ഓഫ് സോഡ്സ്. വേഗതയിൽ പോകുന്നതായിരിക്കും, ദൂരെ പോകുന്നതായിരിക്കും. ദൂരെയൊക്കെ യാത്ര പോകാൻ സാധ്യതയുണ്ട്. കരിയർ ഓറിയൻറ്റഡ് ആയിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഫോക്കസ്ഡ് ആണ്, പക്ഷേ പാഷനേറ്റ് അല്ല. അങ്ങനെയാണ്. യാത്രയുണ്ട് കേട്ടോ. നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജി. ഒരു ആർഗ്യുമെൻ്റ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ആർഗ്യുമെൻറ്റ്സ് എപ്പോഴും 2 കൈയും കൂട്ടിയിടിച്ചാലേ ഒച്ച കേൾക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കൈ കൂട്ടുന്നില്ല എന്ന് വിചാരിക്കുക. കൂട്ടിയിടിക്കാൻ നമ്മുടെ കൈ വിട്ടു കൊടുക്കുന്നില്ല എന്നങ്ങ് വിചാരിക്കുക. അപ്പോൾ ഒരു കൈ കൊണ്ട് അവരടിച്ചോട്ടെ, അപ്പോൾ അവർ ചമയപ്പൊക്കോളും. അപ്പോൾ അങ്ങനെ ആർഗ്യുമെൻറ്റ്സ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ നെക്സ്റ്റ് കാർഡ് ടവറാണ്. അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്, ടവർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സഡൻ ഒരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ഇരിക്കുക. ടവർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കോൺഫ്ലിക്റ്റാണ്, വഴക്കാണ്. ചിലപ്പം ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് ശരീരത്തിലുണ്ടാകുന്നൊരു ചലഞ്ച്, അതായത് ഒരു അസുഖം, പെട്ടെന്നൊരു അസുഖം വരുന്നതാകാം. പെട്ടെന്നൊരു ഫ്ലാഷ് ഓഫ് എ മൊമെൻറ്റിൽ തലവേദന വരിക, ഫ്ലാഷ് ഓഫ് എ മൊമെൻറ്റിൽ വോമിറ്റിങ് വരിക, വയറുവേദന വരിക, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് കേട്ടോ. അത് ഫിസിക്കലാകാം, മെൻ്റലാകാം, മാനസികമാണെങ്കിൽ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ടവർ ഒരു കാര്യം മനസ്സിൽ വരുന്നുണ്ട്, അത് പറയണോ വേണ്ടേ?
അടുത്ത 4 ഓഫ് കപ്സ് ആണ്. അപ്പോൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറല്ല എന്നാണ്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ജോബ് ഓഫറൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് ജോബ് ഓഫർ വരും. അപ്പോൾ നിങ്ങൾ മുമ്പുണ്ടായിരുന്നതുമായിട്ട് താരതമ്യം ചെയ്യും. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, മുമ്പുണ്ടായിരുന്നതുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യരുത്. ഓരോന്നിനും ഓരോ പർപ്പസാണ്. ഓരോ വ്യക്തികളും നമ്മളിലേക്ക് വരുന്നത് ഓരോ അനുഭവങ്ങൾ തരാനും ഓരോ പാഠങ്ങൾ പഠിപ്പിക്കാനുമാണ്. അപ്പോൾ ഓരോന്നിനെയും സ്വീകരിക്കുക. മുമ്പുണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടേ ഇനി എപ്പോഴും നമ്മളൊരു സാഹചര്യത്തിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടെ ഇനി ഒരു പുതിയ ഒരു സാഹചര്യത്തിലായാലും ഒരു ജോലിയിലായാലും ഒരു വ്യക്തിയിലായാലും ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ത് തന്നെ ആയിക്കോട്ടെ, അതിൽ മുൻപുണ്ടായിരുന്ന പാഠങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പാടുള്ളൂ. അപ്പോൾ പഴയതിനെ വെച്ച് പുതിയതിനെ കമ്പയർ ചെയ്യരുത്. പുതിയത് എപ്പോഴും പുതിയത് തന്നെയാണ്. പഴയതിൻ്റെ പാഠങ്ങൾ വെച്ചിട്ടാണ് പുതിയതിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അത് കമ്പയർ കമ്പയർ ചെയ്യരുത്. അതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിലേക്ക് പോവുക. അപ്പോൾ ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കാതിരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, അതാണ് 4 ഓഫ് കപ്സ്. നിങ്ങൾക്ക് തന്നെ അബണ്ടൻസ് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മാത്രം മതി സുഹൃത്തുക്കളെ. ഇതാ നമ്മുടെ രണ്ടാമത്തെ സോൾമേറ്റ് കാർഡ് വന്നിരിക്കുകയാണ്, ലവേഴ്സ്. അപ്പോൾ ലവേഴ്സിൻ്റെ കാർഡുള്ളത് കൊണ്ട് ലവേഴ്സിനെ സംബന്ധിച്ച് വളരെ ഫാൻറ്റാസ്റ്റിക് പ്ലാസ്റ്റിക് ഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു ദിവസമാണ് ലവേഴ്സ്. അപ്പോൾ റീയൂണിയൻ്റെ 2 കാർഡ് വന്നിട്ടുണ്ട്, 2 ഓഫ് കപ്സും ഉണ്ട്, ലവേഴ്സും ഉണ്ട്. അപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ലവേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഇന്നൊരു റീയൂണിയൻ്റെ ദിവസമായിട്ടാണ് കാണുന്നത്. ലവേഴ്സ് സോൾമേറ്റ്സ് ആണ് കേട്ടോ. സോൾമേറ്റ്സിൻ്റെ കാർഡാണ് 2 ഓഫ് കപ്പും ലവേഴ്സും ഒക്കെ. പിന്നെ 4 ഓഫ് കാർഡ് വരുമ്പോഴും നമ്മൾ റീയൂണിയൻ്റെ കാർഡെന്ന് പറയും, സോൾമേറ്റിൻ്റെ കാർഡെന്ന് പറയും. അപ്പോൾ 4 ഓഫ് കാർഡ്സ് ഇവിടെ വന്നിട്ടില്ല. ഇത് 2 സോൾമേറ്റ് കാർഡുണ്ട്. അപ്പോൾ സോൾമേറ്റ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ 2 പേര്, 2 ലവേഴ്സിൻ്റെ റീയൂണിയന് 2 കാർഡ്, 2 ഓഫ് കപ്സും വന്നിട്ടുണ്ട്, ലവേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ സോൾമേറ്റ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ളവർക്ക് ഇന്ന് റീയൂണിയൻ വരുന്നു എന്ന് കാണുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങളിന്ന് ചിലപ്പോൾ ഡെത്ത് ആൻഡ് റീബർത്ത് ആയിട്ടുള്ള, ചിലപ്പോൾ മുമ്പ് ഡിറ്റാച്ചഡായി പൂർണ്ണമായും എൻറ്റപ്പായി പോയിട്ടുള്ള ബന്ധങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവിടെ ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാവുന്നു. അവിടെ പുതിയൊരു ഇമോഷൻ, പഴയതിൽ നിന്ന് പൂർണ്ണമായി വിഭിന്നമായ പുതിയൊരു തുടക്കം നിങ്ങളിൽ ആ ബന്ധത്തിൽ ഉണ്ടാവുന്നു എന്നാണ്. കുറച്ച് സ്പിരിച്വലും കൂടി ആയിട്ടുള്ള ഒരു ബന്ധമായിരിക്കും അത്. അതായത് നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആണ്, ഡിവൈൻലി കണക്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് ഈ ബന്ധം ഏറ്റവും മോശം അവസ്ഥയിൽ കൂടെ പോയിട്ട് വീണ്ടും അതിലൊരു തളിരിടൽ ഉണ്ടാവുന്നത്. അതാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. ഇവിടെ വീണ്ടും പറയുന്നത് ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു സർപ്രൈസ്, ഒരു ഗിഫ്റ്റ്, ഒരു ജോബ് ഓഫർ ആയിരിക്കാം, മറ്റുള്ളവരുടെ ഒരു സഹായമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ഗിഫ്റ്റ് കിട്ടാനായിട്ട് സാധ്യതയുള്ളതായിട്ടാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. ഓക്കെ, അതാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. പിന്നെ ബോട്ടം ഓഫ് ദ ഡെക്കിൽ 7 ഓഫ് സോഡ്സ് ആണ്. അത് ഇവിടെയാണ് ഈ പേജ് ഓഫ് സോഡ്സും 2 ഓഫ് കപ്സും ഒക്കെ വരുന്നില്ലേ, 8 ഓഫ് വാണ്ട്സും 7 ഓഫ് സോഡ്സ്. ഇപ്പം കമ്മ്യൂണിക്കേഷൻ കാത്തിരിക്കുന്നവർക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുമെന്ന് കാണുന്നുണ്ട്. 7 ഓഫ് സോഡ്സ് പാസ്റ്റിൽ ചതിച്ചിട്ട് പോയിട്ടുള്ളവരാണ് കേട്ടോ. 7 ഓഫ് സോഡ്സ് പാസ്റ്റിലെ ചതിയാണ്. ഒരു ചീറ്റിംഗ് നടക്കാൻ സാധ്യതയുണ്ട്. വിലപ്പെട്ട സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കണം. ചീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതെവിടെ ആയാലും ആരിൽ നിന്നായാലും കരുതിയിരിക്കണം. ഈ പാസ്റ്റിലുള്ള ആളുകൾക്ക്, അതും പാസ്റ്റ് ലൈഫിൻ്റെ കാർഡാണ്. അപ്പോൾ പേജ് ഓഫ് സോഡ്സും 7 ഓഫ് സോഡ്സും ഉള്ളതുകൊണ്ട് പാസ്റ്റിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ആളുകൾ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇന്നലെ റീഡിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലർക്ക് പാസ്റ്റിൽ ചീറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ചില ആളുകൾക്ക് ഇന്നേ ദിവസം റീയൂണിയൻ. ഇന്നേ ദിവസം മീൻസ് ഇന്നലെ, ഇന്ന്, നാളെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം തന്നെയാണ്. ചിലപ്പോൾ ഇതിങ്ങനെ ബ്ലെൻഡായി പോകാറുണ്ട്. ചിലപ്പോൾ ചില എനർജീസ് ഇന്നലെ, നമ്മൾ ചിലപ്പോൾ ഇന്നത്തെ റീഡിങ് ഇടുമ്പോൾ തന്നെ പറയും ഇതൊക്കെ എനിക്ക് ഇന്നലെ സംഭവിച്ചു എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അത് മോസ്റ്റ്ലി ആ എനർജീസ് ഇങ്ങനെ ഇൻ്റർലിങ്ക്ഡ് ആയി കിടക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അതാണ് ആ കാർഡുകൾ അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഇന്ന് പെൻറ്റക്കിൾസിൻ്റെ കാർഡ്സ് വളരെ കുറവാണ്. ഇവിടെ ഒരു 2 ഓഫ് പെൻറ്റക്കിളാണ്. അത് പൈസ വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊന്നും അല്ല. പൈസ കാത്തിരിക്കുന്ന കുറച്ചധികം ആളുകൾ എൻ്റെ റീഡിങ് കാണുന്നുണ്ട് എന്ന് എനിക്ക് കമൻറ്റിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പെൻറ്റക്കിൾസിൻ്റെ കാർഡ്സ് ഒന്നും കാണുന്നില്ല കേട്ടോ. പെൻറ്റക്കിൾസ് ആർക്കും ചിലപ്പോൾ ഇവിടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ഹെൽപ്പൊക്കെ ഉണ്ട് ഏസ് ഓഫ് കപ്സിനകത്ത്. അപ്പോൾ അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ മജീഷ്യൻ്റെ കാർഡുണ്ട്. മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നതാണ്. അപ്പോൾ പണം മാനിഫെസ്റ്റ് ചെയ്താൽ ഇന്ന് പണം വരും കേട്ടോ. മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. അപ്പം ക്രിയേറ്റീവാണ്, ക്രിയേറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ, നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്തോളൂ, കാര്യം നടക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് ഇന്നേ ദിവസം തരുന്നത് നോക്കാം. ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്, ഏഞ്ചൽസ് എന്താണ് പറയുന്നത്?
മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്. മെഡിറ്റേഷൻസ് ഇപ്പോഴും മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഏറ്റവും ഹൈ ടൈം ഇതാണ്. നിങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം മെഡിറ്റേഷനിൽ കൂടെ തന്നെ നിങ്ങൾക്ക് വെളിവാകുമെന്നാണ് പറയുന്നത്. ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ട്രോമാറ്റിക് കണ്ടീഷൻ ഉണ്ടല്ലോ, അതൊക്കെ മാറി നിങ്ങളുടെ സിറ്റുവേഷൻ വളരെ അധികം ഇമ്പ്രൂവ് ആകും. അബണ്ടൻസ്, നമ്മൾ പൈസയുടെ കാര്യമൊന്നും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അബണ്ടൻസ് ഉണ്ട് കേട്ടോ. അബണ്ടൻ്റ് ആയിരിക്കും ഇന്നത്തെ ദിവസം എന്ന് കാണുന്നുണ്ട്. പിന്നെ വെയിറ്റ് എന്നൊരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. ഒരു ഡിവൈൻ ടൈമുണ്ട്, എന്തിനും ഏതിനും ഒരു ഡിവൈൻ ടൈമുണ്ട്. ആ സമയത്ത് മാത്രമേ അത് നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കിടന്ന് വെറുതെ കുസ്തി പിടിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ ആ സമയത്ത് മാത്രമേ അത് നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏഞ്ചൽസ് പറയുന്നത് കേട്ടോ. പിന്നെ ഇന്ന് അബണ്ടൻസിൻ്റെ കാർഡുണ്ട്, അതുകൊണ്ട് അബണ്ടൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് ലവേഴ്സിനുള്ള കാർഡ്സ് എന്താണെന്ന് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് കിട്ടുന്നത്? എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? ഒന്ന് ദിസ് കുഡ് ബി ദ വൺ. അത് പാസ്റ്റ് ലൈഫ് കാർഡാണ്. യു ഹാവ് ഓൾറെഡി മെറ്റ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ യു സീക്ക്. ഇത് നിങ്ങൾ ആരെയാണോ കാത്തിരുന്നത് ആ റൊമാൻറ്റിക് പാർട്ട്ണർ തന്നെയാണിത് എന്നാണ് പറയുന്നത് കേട്ടോ. അത് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് ഇയാളെ മുന്നേ അറിയാം, പാസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ആളായിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇയാളെയാണ് നിങ്ങൾ ഇത്ര നാളായിട്ട് കാത്തിരുന്നതെന്നാണ്. ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ്. ഓക്കെ, യുവർ ലവ് ലൈഫ് ബെനിഫിറ്റ്സ് ആസ് യു ഫോർഗിവ് യുവർ പേരൻസ്. നിങ്ങളുടെ ഫാമിലിയിലെ ഇഷ്യൂസിനെ നിങ്ങൾ ഫോർഗിവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിൽ ബെറ്റർമെൻറ്റ് ഉണ്ടാവും എന്നാണ് കാണുന്നത്. ഹാർട്ട് ടു ഹാർട്ട് കോൺവെർസേഷൻസ്. ഓണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വേരുകൾ ആഴ്ന്നിറങ്ങി പോവുക തന്നെ വേണം. എന്നാലാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഇയാൾ എന്താണ്, എത്രയൊക്കെ കടുത്ത മാനസിക സംഘർഷം വരുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആളെന്താണെന്ന് ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റും. സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിപ്പോയതാണെന്ന് വിചാരിക്കാൻ പറ്റും. അതാണ്. അപ്പം ഒരു കുഴപ്പമില്ലാന്ന് വെച്ചാൽ ആഴത്തിലോട്ട് വേരുകൾ പോകും തോറും പറിച്ചെടുക്കുമ്പോഴുള്ള വേദന അതിഭീകരമായിരിക്കും. അതാണ് ഒരു പ്രശ്നം. നെക്സ്റ്റ് വർത്ത് വെയിറ്റിംഗ് ഫോർ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഡിവൈൻ ടൈം ആയിട്ടുണ്ട്. അതൊന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വിട്ടു കൊടുക്കുക. നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങളുടെ ഡിവൈൻ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സമയമായിട്ടുണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്. ഇന്ന് കേരളപ്പിറവിയാണ്, നവംബർ 1 ആണ്, ഒരു പുതിയ മാസമാണ്. അപ്പോൾ നമ്മുടെ 2025 കമ്മിങ് ടു ആൻ എൻഡാണ്. 2 മാസം കൂടെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യത്തിലും തീരുമാനമാവും. ഇന്നലെ വന്ന പോലെ ഉണ്ട് 2025. അപ്പോൾ അതും പെട്ടെന്ന് അങ്ങ് തീരും. അപ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ട്. നമ്മൾ 2025 അന്ന് തുടങ്ങിയ സ്ട്രഗിളുള്ള ആളുകളുണ്ടാവും, അതിന് മുമ്പ് തുടങ്ങിയ സ്ട്രഗിളുള്ള ആളുകളുണ്ടാവും. എന്നിട്ട് നിങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ഹീൽ ചെയ്തിട്ടും എന്തുകൊണ്ടാണത് സംഭവിക്കാത്തത്? ഒറ്റ ഉത്തരവുള്ളൂ, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസാ. ഡിവൈൻ ടൈമിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് കുറേ പേരുടെ ഡിവൈൻ ടൈമാണെന്ന് കാണുന്നുണ്ട്. കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്. യുവർ സോൾമേറ്റ് മേ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ് ഓഫ് എക്സ്പെക്റ്റേഷൻസ്. നിങ്ങളുടെ സോൾമേറ്റ് ആണെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല നിങ്ങളിലേക്ക് വരുന്നതും. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല അവർ ബിഹേവ് ചെയ്യുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യമേ, ഈ റിലേഷൻഷിപ്പിൻ്റെ മോസ്റ്റ്ലി എൻ്റെ വീഡിയോസ് കാണുന്നവരാണ് കേട്ടോ, ഒരുപാട് പേരുടെയും റിലേഷൻഷിപ്പുള്ള സോൾമേറ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സോൾമേറ്റ് ആണെങ്കിലാണ് ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ കടന്ന് കറങ്ങുന്നത്, ഒരേ ആളിൽ തന്നെ ലൂപ്പായിട്ട് കടന്ന് കറങ്ങുന്നത്. കാർമിക് ആണെങ്കിൽ ഒരാളിൽ തന്നെയല്ല, പലരിലായിരിക്കും. പക്ഷേ സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ ആ ആളിൽ തന്നെ പലപ്പോഴായിട്ടൊരു ഓൺ ആൻഡ് ഓഫ് പോലെ കടന്ന് വട്ടം കറക്കി നമ്മുടെ പിരി ഊരിയിട്ടേ അവർ പോകത്തുള്ളൂ. അപ്പോൾ അതാണ് സോൾമേറ്റ് എന്ന് പറയുന്നത്. കുറേ അധികം ആളുകൾ സോൾമേറ്റ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് പേരൊക്കെ കാർമിക് ഉണ്ടെന്നാലും എപ്പോഴും സോൾമേറ്റ് കാർഡ് വരുന്നതുകൊണ്ടാണ് പറഞ്ഞത്. ഇതൊരു ഒരുപാട് പേരുടേത് സോൾമേറ്റ് കാർഡായിട്ടാണ്, സോൾമേറ്റ് കണക്ഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ എന്നും മറന്നു ആദ്യം പറയണമെന്ന് വിചാരിക്കും, പിന്നെ ഞാൻ ഓർക്കും എന്നത്തിന് ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്യട്ടെ എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ആദ്യം ഒന്നും പറയാത്ത കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടി ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായി വന്നിരുന്ന് കാണുന്ന എല്ലാവരോടും എല്ലാ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കാരണം നമ്മളെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടെന്ന് തോന്നുന്നത് കൊണ്ടാണ് ചില ദിവസങ്ങളിൽ മടി വരുമെങ്കിലും ഞാൻ ഈ 12 മണി വരെ കുത്തിയിരുന്നിട്ട് ഈ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ
എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങളുണ്ട്. ഞാൻ എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചാലും നിങ്ങളെല്ലാം ഞാൻ മനസ്സിൽ ഓർക്കാറുണ്ട്. എല്ലാവരുടെയും സങ്കടങ്ങൾ മാറിയിട്ട് അവരാഗ്രഹിക്കുന്ന അവർക്ക് കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സന്തോഷങ്ങൾ തിരിച്ചു വരട്ടെ. എല്ലാവരുടെയും സങ്കടങ്ങൾ മാറി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനും സന്തോഷിക്കാനും പറ്റട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു മാസം ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി Saturday plus happy November. Okay, thank you so much for watching my video.